ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് മോർണിംഗ് ഹാബിറ്റ്സ് ആണ്. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ സക്സസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ തുടങ്ങുന്നോ ആ ഒരു ദിവസത്തെ ബേസ് ചെയ്തിരിക്കാം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് സക്സസ് ആവാൻ സാധിക്കുള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം തുടങ്ങുന്നത് അതിന്റെ തലേന്ന് രാത്രി, നൈറ്റ് ബിഫോർ, അന്നത്തെ ദിവസമാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. തലേന്നത്തെ രാത്രി നമ്മൾ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നുവോ അതിനെ ബേസ് ചെയ്തിരിക്കും പിറ്റേന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ മോർണിംഗ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തലേന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നമ്മളുടെ ഒരു ദിവസം നമ്മൾ എങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു ഇന്റൻഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ആ ഒരു ഇന്റൻഷൻ വന്നുകൂടിയത് കൊണ്ടാണല്ലോ. ആ ഒരു ഇന്റൻഷൻ നമ്മൾ ഈ ഒരു കാര്യത്തിലും നമ്മൾ എടുക്കണം. എനിക്ക് വളരെ നേരത്തെ എണീക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, എനിക്ക് ഈ ഒരു ദിവസം വളരെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റണം. അങ്ങനെ ഒരു ഇന്റൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര മണിക്കാണോ എണീക്കേണ്ടത് ആ ഒരു സമയത്ത് അലാറം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചിലർ അലാറം അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓഫ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. രാത്രി തന്നെ നിങ്ങൾ നേരത്തെ എണീക്കുന്നതും അലാറം അടിച്ചതും എണീക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പിന്നെ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നത് റൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് മാറ്റി വെക്കുക. എന്താന്ന് വെച്ചാൽ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എണീച്ച് അത് ഓഫ് ചെയ്ത് പിന്നെയും കിടക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു പവർഫുൾ മെത്തേഡാണ്. ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്കൊരു ഫിക്സഡ് ടൈം നിശ്ചയിച്ച് വയ്ക്കുക. അതായത് രാത്രി ഞാൻ ഇത്ര മണിക്ക് കിടക്കും, രാവിലെ ഇത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കും എന്നൊരു ഫിക്സഡ് ടൈം നമ്മുടെ മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബഹളങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവിടെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കണം. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ശരിക്കും ആ സമയത്ത് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. രാവിലെ എണീച്ച ഉടനെയുള്ള ഒരു പ്രാർത്ഥന, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. വളരെ മൗനമായിട്ട് നമ്മുടെ പ്രാർത്ഥന, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക, ജേണൽ എഴുതുക, ബുക്സ് വായിക്കുക. നമുക്ക് നല്ല നല്ല മോട്ടിവേഷൻസും നമുക്ക് പവറും എനർജിയും തരുന്ന നല്ല നല്ല ബുക്സ് ഉണ്ട്. അവ വായിച്ച് നമുക്ക് വളരെ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. രാവിലെ എണീറ്റ ഉടനെയുള്ള നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിന് നല്ല പോസിറ്റീവായ ഒരു എനർജി ആയിരിക്കും കിട്ടുന്നത്. ഏതൊരു സക്സസ് പേഴ്സണെ എടുത്തു നോക്കിയാലും അവരുടെ രാവിലത്തെ ഈ മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അവർ ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. അലസതയുള്ളവരുടെ ലൈഫിലായിരിക്കും ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എന്നാൽ ആക്റ്റീവായിട്ടുള്ളവരുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഈ മോർണിംഗ് ഹാബിറ്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഈ നേരത്തെ എണീക്കുമ്പില്ലേ നമുക്ക് ഒരുപാട് സമയമുള്ളത് പോലെ തോന്നും. എന്നാൽ നമ്മൾ കുറച്ച് വൈകി എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഈ വൈകി എണീക്കുമ്പില്ലേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഒട്ടും സമയം ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്, കാരണം സമയമില്ലാത്തത് കൊണ്ട് തന്നെ. എന്നാൽ നേരത്തെ എണീക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സമയം ലഭിക്കും. നമുക്ക് നമ്മുടെ ബോഡി ശ്രദ്ധിക്കാനും അതുപോലെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വളരെയധികം സമയം ഉണ്ടാവും. പിന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഇരുത്താനും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും അതുപോലെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും നമുക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം രാവിലെ നേരത്തെ എണീക്കുമ്പോൾ സമയം ലഭിക്കും. നമ്മുടെ ലൈഫ് നമുക്ക് അടുക്കും ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും നമ്മുടെ റൂമും മറ്റു സാധനങ്ങളെല്ലാം നമുക്ക് അടുക്കും ചിട്ടയോട് കൂടിയിട്ട് വളരെ ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ എന്ത് കാര്യത്തിനോടും നമുക്കൊരു പ്രത്യേക ഉത്തരവാദിത്തം വേണം. ആ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലേ അത് നമ്മുടെ ലൈഫിലും ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ മാറാത്തിടത്തോളം നമ്മുടെ ഒരു കാര്യങ്ങളും ഒരു വ്യത്യാസവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എല്ലാത്തിലേക്കുമുള്ള വഴി. എല്ലാവരും ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം നാം തുടരുക. നമ്മളിലൂടെ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.